പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ നമുക്ക് എഴുന്നേറ്റ് നോക്കാം. സഭ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നിത്യം സഭ ഞായറാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-34 വാക്യം പറയുന്നത്, ക്രിസ്തുവിനോടൊപ്പം മറ്റ് 2 കള്ളന്മാരെ കുരിശിൽ തറച്ചു. പിറ്റേന്ന് ശാപനമായതുകൊണ്ട് ശരീരങ്ങൾ കുരിശിൽ കിടക്കരുതെന്ന് ആഗ്രഹിച്ച് പടയാളികൾ വന്ന കള്ളന്മാരുടെ കാലുകൾ തടുത്തു. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അവൻ പണ്ടേ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തിയവൻ ലൊഗീനോസ് എന്നൊരു പടയാളിയായിരുന്നുവെന്നും അവന് ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെന്നും പൊട്ടക്കണ്ണനായിരുന്നവൻ ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോ അവിടെ നിന്നൊഴിയ രക്തത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഒരു തുള്ളി ലൊഗീനോസ് എന്ന പടയാളിയുടെ കണ്ണിൽ വീഴുകയും അവന് കാഴ്ച വീണ്ടും കിട്ടുകയും ചെയ്ത അത്ഭുതകരമായൊരു സംഭവത്തെ കുറിച്ച് പറയുക. തന്നെ കുത്തി മുറിവേൽപ്പിച്ചവന് പോലും സൗഖ്യം നൽകുന്ന തമ്പുരാൻ, തന്നെ കുത്തി മുറിവേൽപ്പിച്ചവന് പോലും സൗഖ്യം നൽകുന്ന ഒരു തമ്പുരാൻ. എങ്കിലും ആ തമ്പുരാന്റെ സന്നിധിയിൽ നിരന്തരം നിലവിളിക്കുന്ന, അവനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ തിരുസന്നിധിയിലേക്ക് ഓടി അണയുന്ന നമ്മളെ അവിടുന്ന് കടാക്ഷിക്കാതിരിക്കുമോ? തന്നെ കുത്തി മുറിവേൽപ്പിച്ചവന് പോലും സൗഖ്യം നൽകുന്ന ഒരു തമ്പുരാന്റെ തിരുസന്നിധിയില കണ്ണീരും വ്യഥകളുമായി നമ്മളെ കടന്നു വന്നിരിക്കുക. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വന്നിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ കണ്ണീര് കാണുന്ന തമ്പുരാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ചൊരിയുമെന്നൊരു വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് അവിടുത്തെ പാടി സ്തുതിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ ഗായക സംഘത്തോട് ഒരുമിച്ച്